வீசிப்போன புயலில் என் வேர்கள் சாயவில்லை. ஒரு பட்டாம்பூச்சி மோத அது பட்டென்று சாய்ந்ததடி. எந்தன் காதல் சொல்ல என் இதயம் கையில் வைத்தேன். நீ தாண்டி போன போது அது தரையில் விழுந்ததடி. மண்ணிலே செம்மண்ணிலே என் இதயம் துள்ளுதடி. ஒவ்வொரு துடிப்பிலும் உன் பெயர் சொல்லுதடி. கனவு பூவே வருக, உன் கையால் இதயம் தொடுக. எந்த இதயம் கொண்டு நீ இந்த இதயம் தருக. ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അതെ, ചെറിയ വിശേഷങ്ങളുമായി വീണ്ടും യാത്ര തുടരുകയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെറ്റ്സ് ടോക്ക്. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് കെറിയിലെ തന്നെ മറ്റൊരു ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഗ്യാപ്പ് ഓഫ് ടണൽ. അവിടേക്കാണ്. ഇവിടെ നമ്മൾ ഇഷ്ടപ്പെടുന്നതായ കാഴ്ചകൾ ഇതാണ്. ചുറ്റും വലിയ വലിയ മലകളും പാറക്കൂട്ടങ്ങളും ഒക്കെയാണ്. ഇതിനകത്തൂടെയുള്ള അഡ്വഞ്ചറായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ നാരോ ആയിട്ടുള്ള വഴിയാണ്, പക്ഷെ നമുക്ക് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ ഭയങ്കര ഭംഗിയാർന്ന സ്ഥലമാണ്. എല്ലാ ഭാഗങ്ങളും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. வீசிப்போன புயலில் என் வேர்கள் சாயவில்லை. ஒரு பட்டாம்பூச்சி மோத அது பட்டென்று சாய்ந்ததடி. எந்தன் காதல் சொல்ல என் இதயம் கையில் வைத்தேன். நீ தாண்டி போன போது அது தரையில் விழுந்ததடி. மண்ணிலே செம்மண்ணிலே என் இதயம் வீசிப்போன புயலில் என் வேர்கள் சாயவில்லை. ஒரு பட்டாம்பூச்சி மோத அது பட்டென்று சாய்ந்ததடி. எந்தன் காதல் சொல்ல என் இதயம் கையில் வைத்தேன். நீ தாண்டி போன போது அது தரையில் விழுந்ததடி. மண்ணிலே செம்மண்ணிலே என் இதயம் துள்ளுதடி. ஒவ்வொரு തുടിപ്പിലും ഉൻ പെയർ சொல்லுதടി. കനവ് അങ്ങനെ ഈ മല കയറി ഇറങ്ങി ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇങ്ങനൊരു കുതിരവണ്ടിയൊക്കെ കണ്ട്. ഇനി ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അതേപോലെ പറ്റിയൊരു സ്ഥലം കിട്ടി. ഭയങ്കര ഭംഗിയായിരുന്നു അവിടെ കാണാൻ. ചുറ്റും വെള്ളവും ചെറിയ വെള്ളച്ചാട്ടവും എന്താ പറയുക, തടാകവും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ തയ്യാറാക്കി അങ്ങനെ ഞങ്ങളവിടെ ആസ്വദിച്ച് കുറേ നേരം നിന്നു. ഭയങ്കര എന്താ പറയുന്നത്, നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഭംഗിയായിരുന്നു അവിടെ. ഒരുപാട് ചെറിയ ചെറിയ പുൽത്തകിടികളും വെള്ളവും പാറക്കെട്ടുകളും അവിടെയുണ്ട്. ചെറിയ വെള്ളച്ചാട്ടവും ഉണ്ട്, എല്ലാം ഉണ്ട്. ചെറിയൊരു തടാകവും എല്ലാ കാര്യങ്ങളും കൂടെ ഒരു മിക്സായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഭയങ്കര രസമായിരുന്നു അവിടെ കയറാൻ. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോസ് കാസ്റ്റൽ കാണാനാണ്. ആദ്യം ഇങ്ങനെയുള്ള ചെറിയ പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം കാണുമ്പോൾ ആദ്യം ക്യൂട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ക്യൂട്ടിയും കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു കുറേ നേരം. ഇതാണ് റോസ് കാസ്റ്റൽ.
ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ വെച്ചിട്ടുള്ളത്. പിന്നെന്താണ്, ഇതിപ്പോൾ ഒരു മ്യൂസിയമാണ്. അപ്പം അതിനകത്ത് തന്നെ എല്ലാ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, മ്യൂസിയം ആയതുകൊണ്ട് തന്നെ. പിന്നെന്താ, അതിൻ്റെ ചെറിയ മോഡൽസും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നമുക്കത് അവർ പറഞ്ഞു തരുകയും ചെയ്യും. பூச்சி மோத அது பட்டென்று சாய்ந்ததடி எந்தன் காதல் சொல்ல என் இதயம் கையில் வைத்தேன் நீ தாண்டி போன போது அது தரையில் விழுந்ததடி மண்ணிலே செம்மண்ணிலே என் இதயம் துள்ளுதடி ஒவ்வொரு துடிப்பிலும் നമുക്ക് ഈ ബേഡ്സിനൊക്കെ ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും. നമ്മൾ കുറേ നേരം അതൊക്കെ കൊടുത്തു. നല്ല രസമായിരുന്നു. നമ്മുടെ കയ്യിൽ വെച്ചിരുന്ന് നമ്മുടെ കയ്യിൽ വന്നത് കഴിച്ചോളും. കുറേ നേരം നമ്മൾ അവിടെ ഇങ്ങനെ നിന്ന് നല്ല രസമായിരുന്നു അത് കാണാൻ. இதயம் கொண்டு நீயும் தன் இதயம் தருக மெல்லினமே நெஞ்சமெல்லிய காதல் பூக்கும் കാസ്റ്റിന് ചുറ്റും കുറച്ച് ഏരിയ ഉണ്ട്, നമുക്കിങ്ങനെ നടക്കാനൊക്കെ പറ്റും. നമ്മൾ കുറേ നേരം അവിടെ നടന്ന് അവിടെ ഒരു കഫേയിലൊക്കെ പോയി അവിടെ നമ്മൾ പതുക്കെ മൂവ് ചെയ്തു. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് നേരം അവിടെ നിർത്തി ഡെവലപ്മെൻറ്റ് നമ്മൾ നിന്ന സ്ഥലം അതിലും നല്ല ഭംഗിയായിരുന്നു. നമ്മളൊരു എന്താ പറയുന്ന ഒരു സീനറിയൊക്കെ കാണുന്ന പോലെ ഒരു പിക്ചർ പോലെയായിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ. പുൽത്തകിടിയും ചെമ്മരിയാടും അതും ഇതൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. നമ്മൾ കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വന്നു. അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.